ഞാൻ പഠിക്കുന്ന ഈജിപ്തിൽ നിന്നും മദീനയിലേക്ക് പോവാണ്. കൃത്യം 1 വർഷം മുമ്പ് ഇതേ ഷഅബാൻ മാസത്തിൽ ഉസ്താദിൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ സൈക്ലിംഗ് യാത്രക്കിടയിൽ ഉസ്താദിൻ്റെ അബുദാബിയിലെ വസതിയിൽ നമ്മളൊരു അഭിമുഖം നടത്തിയിരുന്നു. അതിൽ ഉസ്താദിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നെ ആദ്യമായിട്ടായിരുന്നു ഉസ്താദിൻ്റെത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വീണ്ടും മദീനയിൽ കണ്ടുമുട്ടാണ്. നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി. റൂം എന്ന് പറഞ്ഞാൽ അസ്ഹറിൻ്റെ അടുത്തുള്ള ദറാസയിലാണ്. അപ്പോൾ ഇനി നമ്മുടെ പെട്ടിയുടെ വെയിറ്റ് നോക്കണം. 22 ഉണ്ട് അല്ലേ? അയ്യോ 22, 2 കിലോ കുറവാണ്. 22 നോക്കിയാലോ? യോ മോനെ, ഈ പെട്ടിക്ക് തന്നെ കുറെ വെയിറ്റ് ഉണ്ട്, വെറുതെ അല്ല. സാധാരണ ഇങ്ങനെ ഈജിപ്തിലെ ഏത് കടയിൽ പോയാലും നമുക്ക് ഖുർആൻ കേൾക്കാം. ഫുള്ള് ബ്ലോക്ക് അല്ലടാ ഇന്ന് ഭയങ്കര. ടൈം വേസ്റ്റ് ആയി. കഴിഞ്ഞ ഫ്ലൈറ്റ് പോലെ ആവാതിരുന്നാ മതി. തോക്കൊലത്തല്ല അമീനത്തിന് വരുന്നില്ല. ഇതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചർ കേട്ടോ. അറബി നാട്ടിലേക്ക് സാധനങ്ങൾ الصور دي بفلوس، هتصوروني هتدوني فلوس. فلوس سرعة. لا يا باشا، هي كل الدنيا بقت فلوس فلوس فلوس. ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? നോക്കിയേ, ഖുർആനാണ്. ടാക്സിയിൽ പോകുമ്പോഴും ഖുർആൻ കേൾക്കാം. ഇനി ബക്കാലയിൽ കയറിയാലും കഫ്റ്റീരിയയിൽ കയറിയാലും ഹോട്ടലിൽ കയറിയാലും കളിക്കളത്തിലാണ്, എവിടെ പോയാലും മാഷാഅല്ലാഹ് ഇവിടെ ഖുർആനാണ്. വല്ലാത്ത റാഹത്താണ്. നോക്കി, ടാക്സിയിൽ മൊത്തം ഖുർആൻ. ഖാരി അബ്ദുൽ ബാസിത്തിൻ്റെ നാടാണ് മിസ്ർ. അതുകൊണ്ട് ഖാരി അബ്ദുൽ ബാസിത്താണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തി. വെൽക്കം ടു കൈറോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അരമണിക്കൂറിൻ്റെ വഴിയായിരുന്നു, പെട്ടെന്ന് തന്നെ എത്തി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെടുത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? അതായത് ഇവിടെ ഏത് ടാക്സിയിൽ കയറിയാലും സാധാരണ നമുക്ക് ഖുർആൻ കാണാൻ കഴിയും. അവരൊരു ഹിഫ്ളിന് സംരക്ഷണത്തിനാണ് വെക്കുന്നത്. ഈ വണ്ടിയിലും ഖുർആൻ കാണാം. നമ്മൾ ടാക്സിക്കാരനോട് സലാം പറഞ്ഞു. നമ്മളെ യാത്രയാക്കാൻ വന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സിദ്ദീഖ് ഉദവി, അതുപോലെ നമ്മുടെ ആദിൽ ദാരിമി, പിന്നെ എൻ്റെ ചെറുപ്പം മുതലേ ഹിഫ്ള് കാലഘട്ടം മുതലേ എൻ്റെ കളിക്കൂട്ടുകാരനായ സയ്യിദ് ദാരിമി തർക്കവി. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ നേരെ കൈറോ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1 അകത്തേക്ക് കയറുകയാണ് ഗൈസ്. നിങ്ങൾക്കും കാണും ഇതുപോലെ യാത്ര അയക്കാൻ, ഡ്രോപ്പ് ചെയ്യാൻ എയർപോർട്ടിൽ വരുന്നവരും തിരിച്ചു വരുമ്പോൾ പിക്ക് ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കളൊക്കെ അല്ലേ. ഏതായാലും അതൊരു വല്ലാത്തൊരു സന്തോഷം കേട്ടോ. പെട്ടിയും ഉരുട്ടി നേരെ ഞാൻ നീങ്ങിയത് ബോർഡിംഗ് പാസ് എടുക്കാനായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസ് കിട്ടി. അതിന് കൂടെ ഒരു ഫോം ഉണ്ട് ഫില്ല് ചെയ്യാൻ. ആ ഫോമും കൂടി ഫില്ല് ചെയ്ത് അവിടെ കൊടുത്തു. 3-ാം നമ്പർ ഗേറ്റിനെ ലക്ഷ്യമാക്കി നീങ്ങാട്. അങ്ങനെ അവിടെ നിന്നൊരു ബാഗ് പെട്ടിയൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ 3-ാം നമ്പർ ഗേറ്റിൽ ഇതാ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇവിടെ ഇരിക്കാം കുറച്ച് സമയം. കുറച്ച് പാസഞ്ചേഴ്സേ ഉള്ളൂ കേട്ടോ ഇന്ന്. ഷട്ടിൽ ബസ്സിലൂടെ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് അവർക്കൊന്നും കൂടി വെരിഫൈ ചെയ്യാൻ കൊടുത്തു. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈനാസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബഡ്ജറ്റ് എയർലൈൻ ഓഫ് സൗദി അറേബ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലൈനാസിലേക്ക് കയറണം. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുപോലെയാണ് പുറത്തുനിന്ന് കാണുന്നുള്ളത്. ഏതായാലും ഉള്ളിൽ കയറിയിട്ട് നോക്കാം എത്ര സീറ്റ് സ്പേസ് ഉണ്ടെന്ന്. ഏതായാലും നമ്മളിവിടെ ഒന്നും കൂടി ബോർഡിംഗ് പാസ് കൊടുത്തു, ക്ലിയർ ചെയ്തു. നമ്മുടെ സീറ്റ് 12th D. ഓക്കെ, അങ്ങോട്ടേക്ക് പോവാണ്. സത്യം പറയാലോ, നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു 85-90% ഫ്രീ ആണ്. ഫുൾ ഫ്രീ സീറ്റ്. ഓക്കെ, ആരുമില്ല, എന്താണെന്നറിയില്ല ഇന്ന്. അങ്ങനെ ഈജിപ്തിൽ നിന്നും നേരെ മദീനയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗദിയിൽ വരാൻ പറ്റുന്ന ഈജിപ്തിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ മാസം വന്നിരുന്നു, അടുത്ത മാസം റമദാനിലും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലൈസെറ്റ് ട്രാവൽസ് ആയിട്ട് കുറച്ച് ഇങ്ങനെ നമ്മുടെ കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ബിസിനസ് മീറ്റിങ്ങും ടൂർ പാക്കേജ്, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാനൊക്കെ അവരുമായിട്ട് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് പോകുന്നു. അൽഹംദുലില്ലാ. ഏതായാലും എൻ്റെ പഠനവും പ്രൊഫഷനും പാഷനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അൽഹംദുലില്ലാ. ഏതായാലും നമ്മളങ്ങനെ ഇടയ്ക്ക് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ മദീനയിലെത്തി. അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ് കേട്ടോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഫ്ലൈറ്റിൽ ഞാൻ കുറച്ച് ഉറങ്ങി കേട്ടോ, അതാണ് എൻ്റെ മുഖമൊക്കെ ഒരു ഇതായിട്ടുള്ളത്, ഉറക്കപ്പിച്ചില്ലേ. ഏതായാലും നമ്മളിങ്ങനെ പോവാണിതാ എയർപോർട്ടിൻ്റെ പുറം ഭാഗം നോക്കിക്കോളി, അടിപൊളി മാഷാ അല്ലാഹ്.
അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ട് എസ്കലേറ്റർ കയറുമ്പോൾ തന്നെ വെൽക്കം ടു മദീന ബോർഡ് മാഷാല്ല. അപ്പം ഇനി നമുക്ക് ലെഫ്റ്റാണ് ഫ്ലൈറ്റ് കണക്ഷൻ, ബാഗേജ് റിക്ലൈം, അറൈവൽസ്. ഓക്കെ, നമുക്ക് ബാഗേജുകൾ ഇത് ചെയ്യണം, റിക്ലൈം. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മദീന എയർപോർട്ടിലേക്ക് വരുന്നത്. മദീനയിൽ സൈക്ലിങ്ങിൻ്റെ സമയത്ത് വന്നതായിരുന്നു, അത് ഫ്ലൈറ്റിലല്ലായിരുന്നു. ഇത് ജിദ്ദ വഴി ജിദ്ദയിൽ നിന്ന് വന്നിട്ടുണ്ട് മദീനയിലേക്ക്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ മദീന എയർപോർട്ടിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇത് പോയത്ര തീർന്നില്ലല്ലോ, ഇനിയുണ്ടോ പോകാൻ പഠിച്ചോനെ? മാഷാ അല്ലാ, നല്ല ആംബിയൻസ് ഉണ്ട്. നോക്കിയേ, മദീന എയർപോർട്ടിനുള്ളിലുള്ള കാഴ്ചയാണ്. വലുപ്പത്തിൽ നമ്മുടെ ജിദ്ദ എയർപോർട്ടായിട്ടൊന്നും നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാനേ കഴിയില്ല. താരതമ്യേന ഇത് ചെറുതാണ് എയർപോർട്ട്. ഏതായാലും നോക്കിയ ലോകത്തിൻ്റെ പല ഭാഗത്തും വന്ന ആളുകളൊക്കെ ഉണ്ട്. ഫൈനലി എൻ്റെ പെട്ടി വന്നു കേട്ടോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ പെട്ടി ആദ്യമായിട്ടും തോന്നി ഇത്ര പെട്ടെന്ന് പെട്ടി വരുന്നത്. അമേരിക്കൻ ടൂറിസ്റ്റർ. അൽഹംദുലില്ലാ. ഏത് എയർപോർട്ടിലും ചെന്നിറങ്ങിയാലും നമ്മൾ പിക്ക് ചെയ്യാൻ ആരും വന്നില്ലെങ്കിലും ഇവിടെ നമ്മളെ സ്വാഗതം ചെയ്യാൻ ഇവിടുത്തെ ടാക്സിക്കാരുണ്ടാവും. അതാ ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു ടാക്സിക്കാരനെ കണ്ടു. എൻ്റെ ഇവിടുത്തെ ഈ കന്തൂർ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു എമറാത്തി എന്നാണ് കേട്ടോ. ഏതായാലും കുറേ ടാക്സിക്കാർ ഉള്ളെന്നും ചോദിച്ചു. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് പിന്നെയും ടാക്സിക്കാർ. ഇവിടുന്ന് ഹറമിലേക്ക് വെറും 20 മിനിറ്റാണ് ഉള്ളത്. ഈ സൗദി ടാക്സിക്കാരനാണെങ്കിൽ 80, 100, 200 റിയാലൊക്കെയാണ് പറയുന്നത്. ഏതായാലും അപ്പോഴാണ് പെട്ടെന്ന് എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയും പോലെ ഒരാളൊന്ന് പറഞ്ഞു. സംസാരിച്ചപ്പോൾ മനസ്സിലായത് കേട്ടോ, ഇവർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അൽഹംദുലില്ലാ. ഞാൻ മംഗലാപുരമാണ്, കാസർഗോഡാണ് പഠിച്ചതൊക്കെ. തലയിൽ ഹെൽമെറ്റ് ഇല്ലാതെ മനസ്സിലാവില്ല. അതാണ് ഹെൽമെറ്റ്. ആ ഒരു കോസ്റ്റ്യൂം കാണുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ വല്ലാത്ത സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ GCCയിൽ എവിടെ വന്നാലും മാഷാഅല്ലാ കുറേ നമ്മുടെ വീഡിയോ കാണുന്ന മലയാളികൾ ഉണ്ടാവും. അൽഹംദുലില്ലാ. ഞാൻ പലയിടത്തും, ഞാൻ ഖത്തറിൽ പോയപ്പോഴും UAE പോയപ്പോഴും സൗദി, ബഹ്റൈൻ, ഒമാൻ എല്ലായിടത്തും കണ്ടതിലും പരിചയപ്പെട്ടൊരു സന്തോഷം. ഇതുപോലെ ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഹറമിൻ്റെ തൊട്ടടുത്തുള്ള കറം സിൽവർ ഹോട്ടലിലേക്കാണ്. അവിടെയാണ് നമ്മൾ റൂം. അപ്പോൾ എനിക്ക് അറക്കൽ ഉസ്താദ് വിളിച്ച് ആ ലൊക്കേഷനൊക്കെ തന്നിരുന്നു. അറക്കൽ ഉസ്താദാണ് ഈ ഫ്ലൈസറിൻ്റെ CEO. നമ്മൾ സാധാരണ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഉസ്താദാണ്. ഉസ്താദ് ഇപ്പോൾ നമ്മൾ കാണും. അതേപോലെ ഉസ്താദിൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ് സിംസാർ ഉസ്താദ്. അവരൊക്കെ നമ്മൾ ഇന്നിപ്പോൾ പോയിട്ട് കാണും കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്തി. ഓക്കെ. മാഷാഅല്ലാ നല്ല സ്വഭാവമുള്ള നല്ല ചെറുപ്പക്കാരൻ കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് എത്ര ചാർജ് വാങ്ങുന്നില്ല എത്രയായാലും. എന്താ ചെയ്യുക? ഇതാണ് ഈ മലയാളികൾ ഇങ്ങനെ സ്നേഹിച്ച് കൊന്നു കളയെന്ന് പറയില്ലേ, അതാണ്. ഏതായാലും നമ്മുടെ ഹോട്ടലിലെത്തി. മാഷാഅല്ലാ ഇദ്ദേഹം എന്നെ കൂട്ടാൻ വന്നു. നമ്മുടെ ജലീൽ കുറ്റിയടിക്കായിരുന്നു ഇദ്ദേഹത്തിന് പറഞ്ഞത്. നമ്മൾ 10-ാം നമ്പറാണ് ഹോട്ടൽ റൂം, 1001 നമ്പർ. അപ്പോൾ ഇതാ നമ്മൾ ട്രോളിങ് കൊണ്ടുപോയി. ഏതായാലും നമ്മുടെ റൂം മാഷാഅല്ലാ ഇനിയിപ്പോൾ ഫ്രഷായിട്ട് കുളിച്ച് ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ നീങ്ങിയത് ഹബീബിൻ്റെ ചാരത്തേക്കാണ്. എത്ര വന്നാലും മതിവരാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ് നമുക്ക് ഇവിടുന്ന് പച്ചക്കുമ്പൊക്കെ ചാര കിട്ടുന്നത്. ഹബീബിനോട് സലാം പറഞ്ഞ് മടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊറ്റ പ്രാർത്ഥനയായിരുന്നു, ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ അന്ന് വന്ന പോലെ ഇനി പെങ്ങന്മാരുടെയും എല്ലാവരുടെയും കൂടെ ഇവിടെ വന്ന് കുടുംബസമേതം വരാൻ നിങ്ങളും ദുആ ചെയ്യണം. അപ്പോൾ അവിടുന്ന് ഹറമിൽ നമസ്കാരം കഴിഞ്ഞ് താൽക്കാലികമായിട്ട് അവിടുന്ന് യാത്രയായി. സിംസാർ ഉസ്താദിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂവിന് അതിന് വെറും 2 മണിക്കൂറേ ബാക്കിയുള്ളൂ. എൻ്റെ ഡ്രസ്സാണെങ്കിൽ എനിക്ക് വാഷിങ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ലാൻഡറിയിലേ പോവാണ്. അസ്സലാമു അലൈക്കും. ഒരു കന്തൂറയും ബനിയനും അൽഹംദുലില്ലാ 20 റിയാൽ. നാട്ടിൽ ഏകദേശം 450 റുപ്യ. എനിക്ക് തോന്നുന്നത് എൻ്റെ ബനിയനക്ക് പോലും 20 റിയാൽ 500 റുപ്യ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് അലക്കാൻ അത്ര പൈസ ഉണ്ട്. സിംസാർ ഉസ്താദുള്ള തൊട്ടടുത്ത ഹോട്ടലിലേക്കാണ് പോകുന്നത്, ഞാനും അറക്കൽ ഉസ്താദും. അപ്പോൾ അറക്കൽ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് സിംസാർ ഉസ്താദ് കടന്നു വരുന്നത്. നോക്കി ആദർശികമായിട്ട്. വലൈക്കും സലാം. ലാൻഡ് കാണണം എന്നുള്ളത്
അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അറക്കൽ ഉസ്താദിനാണ്. അല്ല, അറക്കൽ ഉസ്താദ് അങ്ങനെയാണ്. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പ്രസംഗിച്ചിരുന്നത് അറക്കൽ ഉസ്താദാണ്. പഠിക്കാൻ ഞാനൊക്കെ അന്നൊരു വളരെ മൗനിയാണ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല പോസിറ്റീവ് എനർജി, എപ്പോഴും എനർജറ്റിക് ആയിട്ട് സംസാരിക്കുക, ഭയങ്കര പ്രാസംഗികനായിരുന്നു. സാബിക്ക് നന്ദി, ഇത്രയും സമയം ത്യാഗം ചെയ്ത് ഇങ്ങോട്ട് എത്തിയതിന്. അതെ അതെ അതെ, നല്ല തൊപ്പിയൊക്കെ കാണുമ്പോൾ ഒരു അസർ ലുക്ക് ഉണ്ട്. ശരിക്കും ഇത് 3/4 മണിക്കൂറോളം നീണ്ട ഒരു അഭിമുഖമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അടുത്ത എപ്പിസോഡിൽ നാളെ രാത്രി 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. ശരിക്കും പറഞ്ഞാൽ അറക്കൽ ഉസ്താദും സിംസാർ ഉസ്താദും ക്ലാസ്മേറ്റ്സ് ആണ്. 1ാം ക്ലാസ് മുതൽ 12 വരെ ദാറുൽഹുദയിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. ഇൻഷാ അല്ലാ അതൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടോളൂ കേട്ടോ. ഏതായാലും ഈ ചരിത്രപണ്ഡിതൻ അറക്കൽ ഉസ്താദിൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ജോർദാൻ, ഇസ്രായേൽ, പാലസ്തീൻ, ഈജിപ്തിലൊക്കെ യാത്ര ചെയ്തത്. ഇനി നിങ്ങൾക്കും അതുപോലെ തുർക്കി, ഇറാഖ്, മൊറോക്കോ, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, സൈപ്രസ് തുടങ്ങി ലോകത്തുള്ള സ്പെയിൻ ഏത് രാജ്യത്തേക്ക് ഇസ്ലാമിക് വേൾഡിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്യാം കേട്ടോ. ഒരു ഇതില്ല. ഇപ്പോൾ അടുത്തിട്ട് ഏപ്രിൽ 25 റമദാൻ കഴിഞ്ഞപാട് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അതും ഉസ്താദിൻ്റെ സ്വന്തം ട്രാവൽസാണ്. ഫ്ലൈസർ ട്രാവൽസിൻ്റെ കീഴിൽ ഉസ്താദിൻ്റെ സ്വന്തം നമ്പർ ഞാൻ ഇവിടെ ടെക്സ്റ്റിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസ്താദ് നേരിട്ട് ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ലോകത്തുള്ള ആഗോള ഇസ്ലാമിക ഏത് രാജ്യത്തിനും യാത്ര ചെയ്യാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ യാത്ര ചെയ്ത അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാ അടിപൊളിയാണ്. ഏതായാലും അസ്സലാമു അലൈക്കും.